IT മാർക്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 38/2024 ഒരു ഡിഗ്രി ലെവൽ എക്സാമിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് പാർട്ടിനകത്ത് ചോദിച്ച ചോദ്യങ്ങളാണ്. ആദ്യത്തെ അതിനകത്ത് 10 ചോദ്യങ്ങൾ നമ്മൾ വേറൊരു വീഡിയോ ഡിസ്കസ് ചെയ്തിരുന്നു. ബാക്കി 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. സോ ചോദ്യം ഇങ്ങനെയാണ്: two numbers are in the ratio 3:5. If each number is increased by 10, then their ratio become 5:7. Then the number is. അതായത് രണ്ട് നമ്പർ ഉണ്ട്, നമ്മൾ അതിനെ എക്സും വൈയും ആയിട്ട് എടുത്താൽ എക്സ് അപ്പോൺ വൈ എന്ന് പറഞ്ഞാൽ അതിന്റെ റേഷ്യോ 3:5 ആണ്. അതായത് 3:5 എന്ന് പറയുന്ന റേഷ്യോയെ നമുക്ക് 3/5 എന്ന് എഴുതാം. ഓരോ നമ്പറും 10 വീതം കൂട്ടുന്നു. നമുക്ക് എന്ത് വയ്ക്കുന്നു? എക്സ് എന്ന് പറയുന്നത് x+10 ആവുന്നു, വൈ എന്ന് പറയുന്നത് എന്താവും? വൈ എന്ന് പറയുന്ന y+10 ആവുന്നു. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 5/7 ആവുന്നു. നമ്മൾ ക്രോസ് ചെയ്താൽ എന്ത് കിട്ടും? നമ്മൾ ക്ലോസ് ചെയ്ത 7 × x+10 ഈക്വൽ ടു 5 × y+10 എന്ന് കിട്ടും. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 7x + 70 ഈക്വൽ ടു 5y + 50 എന്ന് എഴുതാനായിട്ട് പറ്റും. അതായത് 7x + 20 ഈക്വൽ ടു 5y എന്ന് വരും. കാരണം ഇവിടെ നമുക്ക് 70 ഉണ്ട്, ഈ 50 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 70 - 50 ആവും. അപ്പൊ നമുക്ക് 20 കിട്ടും. ഇനി ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടുപിടിക്കുകയാണ്. x = 3/5y എന്ന് എഴുതാനായിട്ട് പറ്റും. x = 3/5y, കാരണം y അപ്പുറത്തോട്ട് വിട്ടാം. അപ്പൊ നമുക്ക് എക്സിന് പകരം എന്ത് എഴുതാം? 3/5y എഴുതാം. അപ്പൊ നമ്മൾ എന്ത് എഴുതാം? 7 × 3/5y + 20 ഈക്വൽ ടു 5y എന്ന് എഴുതാം. 7 3 21, 21y / 5 + 20 ഈക്വൽ ടു 5y എന്ന് കിട്ടും. y ഉള്ളതിനെല്ലാം ഒന്നിച്ചാക്കിക്ക് ഇപ്പം എന്ത് കിട്ടും? 20 ഈക്വൽ ടു 5y - 21y - 5 എന്ന് കിട്ടും. സോ 5 × 5 25y - 21y / 5 that is equal to 4y / 5 എന്ന് കിട്ടും. that is equal to 20. സോ 20യും 4നെയും കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 5 കിട്ടും. ക്രോസ് ചെയ്താൽ 5 × 5 25. സോ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 25 ആയിരിക്കും. y 25 ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാം. x = 3/5 × 25. 25 5 ക്യാൻസൽ ചെയ്ത് നമുക്ക് 5 കിട്ടി. i 3 15 എന്ന് കിട്ടി. സോ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 15 ആയിരിക്കും. സോ എക്സ് 15ഉം y 25ഉം ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്യണം. നമുക്ക് സ്പേസ് വേണം, സോ ഇതൊന്ന് ക്ലിയർ ചെയ്ത് വിടാം. സോ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്: എ കോൺട്രാക്ടർ എംപ്ലോയിഡ് 210 men to complete a construction work in 60 days. After 12 days, 70 more men were added. In how many days remaining work can be finished? അതായത് 210 ആളുകൾ 60 ദിവസം പണിയെടുക്കുന്നു. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് ആണ് വർക്ക് ഈസ് ഈക്വൽ ടു മാൻ ഡേയ്സ്. അതായത് നമ്പർ ഓഫ് മെന്നിനെ നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാവും ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മെൻ ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. അങ്ങനെയാണെങ്കിൽ 210 ആളുകൾ 60 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്യുന്നു. അതേ വർക്ക് രണ്ടാമത് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ആദ്യത്തെ 12 ദിവസത്തിന് ശേഷം 70 പേരെ ആഡ് ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? ആദ്യത്തെ 12 ദിവസം 210 പേര് തന്നെ ജോലി ചെയ്തു. അതിനുശേഷം 70 പേരുടെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആളുകളുടെ എണ്ണം 280 ആയി. എത്ര ദിവസം കൊണ്ട് പണിയെടുക്കുന്നു? ലെറ്റ് ഇറ്റ് ബി x ദിവസം കൊണ്ട് പണിയെടുക്കുന്നു. അങ്ങനെയാണ് വർക്ക്. അതായത് മൊത്തം വർക്ക് ഉണ്ടായിരുന്നത് 210 ആളുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് 60 ദിവസം കൊണ്ട് തീർക്കാനായിട്ട് പറ്റും. ആദ്യത്തെ 12 ദിവസത്തിന് ശേഷം 70 പേരെ ആഡ് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് വർക്ക് തീരും? അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എടുക്കാനായിട്ട് പറ്റും? സോ 280 x = 210 × 60 - 210 × 12. അപ്പൊ എന്ത് നമുക്ക് ബാക്കി വരും? 210 × 48 എന്ന് വരും. കാരണം എന്താണ്? 210 × 60 - 210 × 12. 210 × 48 എന്ന് കിട്ടും. നമ്മളിവിടെ നോക്കിയാൽ 280ഉം 210ഉം 70ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഇത് 4 ആകും, ഇത് 3 ആകും. കറക്റ്റാ? 12 4 48. സോ ഇതോടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് 12 കിട്ടും. 12 3 36. സോ അഡീഷണൽ ആയിട്ട് എത്ര ദിവസം കൊണ്ട്, റിമൈനിങ് എത്ര ദിവസം കൊണ്ട് ജോലി തീരും? 36 ദിവസം കൂടെ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. നെക്സ്റ്റ് വൺ: a man sell 2 horses for 6,000 rupees each, neither losing or gaining the deal. If he sold 1 horse to gain a 25% to a gain of 25%, then what is the percentage loss at which other horse is sold? അതായത് ഒരാള് 2 കുതിര അയാളുടെ കയ്യിലുണ്ട്. അയാൾ 6000 രൂപയ്ക്ക് 2 കുതിരയെ വിൽക്കുന്നു. ആ 2 കുതിരയും വിൽക്കുന്ന സമയത്ത് അയാൾക്ക് നഷ്ടവും ഇല്ല, ലാഭവും ഇല്ല.
ആകെ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഒരു കുതിരയെ വിറ്റത് 25% ലാഭത്തിലാണെങ്കിൽ മറ്റേ കുതിരയെ എത്ര രൂപ നഷ്ടത്തിൽ വിറ്റാൽ നെറ്റ് ലാഭവും ഇല്ല നഷ്ടവും ഇല്ലാതെ വരുമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ലാഭവും ഇല്ലാതെ നഷ്ടവും ഇല്ലാതെ എങ്ങനെ വരുമെന്നാണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 6000 രൂപയ്ക്ക് ഒന്നാമത്തെ കുതിരയെ വിൽക്കുന്നു. എത്ര ലാഭത്തിൽ? 25% ലാഭത്തിൽ. അതായത് ഒന്നാമത്തെ കോസ്റ്റ് പ്രൈസിന്റെ 125%, കാരണം 20% ലാഭം എന്ന് പറയുന്നത് ആണ് 6000 രൂപ എന്ന് പറയുന്നത്. നമ്മൾ 25 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 5 കിട്ടും, ഇവിടെ നമുക്ക് 4 കിട്ടും. സോ 5 കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 12 5 600. അങ്ങനെയാണെങ്കിൽ CP1 കോസ്റ്റ് പ്രൈസ് 1 എന്ന് പറയുന്നത് 1200 × 4 4800 രൂപയായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് 1 എന്ന് പറയുന്നത് 4800 രൂപ ആയിരിക്കും. ഒന്നാമത്തെ കോസ്റ്റ് പ്രൈസ് 4800 രൂപ ആയിരിക്കും. ഡൺ, ക്ലിയർ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? എത്ര ശതമാനം നഷ്ടത്തിൽ വിറ്റാൽ നെറ്റ് ലാഭവും നഷ്ടവും ഉണ്ടാവില്ല. സോ അപ്പൊ നമ്മൾ നോക്കി, ഇവിടെ തന്നെ 6000 രൂപയ്ക്കാണ് വിൽക്കുന്നത് 4800 രൂപയുടെ. അപ്പൊ അയാളുടെ അവിടുത്തെ ലാഭം എത്രയാണ്? അവിടുത്തെ ലാഭം എന്ന് പറയുന്നത് 1200 രൂപയാണ്. അപ്പൊ ഈ 1200 രൂപ നഷ്ടം വന്ന് വേണം അടുത്തത് വിൽക്കാനായിട്ട്. കറക്റ്റാ? 1200 രൂപ നഷ്ടം വന്ന് വേണം അടുത്തത് വിൽക്കാനായിട്ട്. കറക്റ്റാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 6000 രൂപയ്ക്കാണ് അയാൾ വിൽക്കുന്നത്. 6000 രൂപയ്ക്കാണ് അയാൾ വിൽക്കുന്നത്. അയാൾക്ക് എത്ര നഷ്ടം വരണം? 1200 രൂപ നഷ്ടം വരണം. അപ്പം അതിന്റെ മുടക്ക് വില എന്ന് പറയുന്നത് 6000 + 1200 7200 രൂപയായിരിക്കും. കറക്റ്റാ? കാരണം ആദ്യത്തെ ഹോഴ്സിനെ 6000 രൂപയ്ക്ക് വിട്ടപ്പം 1200 ലാഭം കിട്ടിയെങ്കിൽ ഈ 1200 രൂപ ടോട്ടൽ ആയിട്ട് ഒന്നുമില്ല, ലാഭമോ നഷ്ടമോ അല്ലാതെ വരണമെങ്കിൽ രണ്ടാമത്തേതിന് 1200 രൂപ നഷ്ടത്തിന് വിൽക്കണം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കുതിരയുടെ യഥാർത്ഥ വിലയെന്ന് പറയുന്നത് വിൽക്കുന്ന വിലയേക്കാൾ 1200 രൂപ കൂടുതലായിരിക്കും. നമുക്ക് പെർസെന്റേജ് ലോസ് എങ്ങനെ കണ്ടുപിടിക്കാം? പെർസെന്റേജ് ലോസ് എന്ന് പറയുന്നത് ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, ലോസ് എത്രയാ? 1200 രൂപ. കോസ്റ്റ് പ്രൈസ് എത്രയാ? 7200 രൂപ ഇൻറ്റു 100. ഈ 0 ക്യാൻസലായി, ഈ 0 ക്യാൻസലായി. 12 6 72. 100 ഡിവൈഡ് ബൈ 6 എന്ന് കിട്ടും. 100 ഡിവൈഡ് ബൈ 6. സോ 100 എന്ന് പറയുമ്പോൾ 15 6 90, 18 6 96, 96. റിമൈൻഡർ 4 വന്നു. സോ നമുക്ക് എഴുതാം 16 4/6 എന്ന് എഴുതാം. നത്തിങ് ബട്ട് ഈക്വൽ ടു 16 2/3. സോ ആൻസർ എന്ന് പെർസെന്റേജ് ലോസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 16 2/3 ആയിരിക്കും. പെർസെന്റേജ് ലോസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 16 2/3 ആയിരിക്കും. ഡൺ, ക്ലിയർ? ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ വേറെ രീതിയിൽ വേണമെങ്കിലും അതിലേക്ക് നമ്മൾ പോകേണ്ട കാര്യം ഇല്ല. ഇതാണ് ഇച്ചിരി എളുപ്പം, ഈ മെത്തേഡ്. അടുത്തത് 64. A box is to be filled with apples, each weighing 1/10 kilogram. The weight of the box after filling apples should not exceed 4/5 kilogram. What is the maximum number of apples that can be put inside the box? ഒരു ആപ്പിളിന്റെ വില എന്ന് പറയുന്നത് 1/10 കിലോഗ്രാം ആണ്. ഓരോ ആപ്പിളിന്റെ വിലയും, അതായത് ടോട്ടൽ നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 4/5 കിലോയിൽ കൂടുതലാവാൻ പാടില്ല. അപ്പൊ 1/10 കിലോ ഉള്ള എത്ര ആപ്പിൾ വെച്ചാൽ 4/5 കിലോ കിട്ടുമെന്ന് നോക്കാം. കാരണം ഒരു ആപ്പിളിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1/10 കിലോയാണ്. ആപ്പിൾ എല്ലാം അടുക്കി കഴിയുമ്പോൾ നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 4/5 കിലോയിൽ ബണ്ടയിലാവാനായിട്ട് പാടില്ല. സോ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? 1/10 ഇൻറ്റു എക്സ് നമ്പർ ഓഫ് ആപ്പിൾ ഈക്വൽ ടു 4/5 കിലോഗ്രാം. നമ്മൾ ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 2 കിട്ടും. Therefore x is equal to 8. അപ്പൊ നമുക്ക് എത്ര 8 ആപ്പിളിനെ അടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. പക്ഷെ 8 ആപ്പിളിനെ നമ്മൾ അടുക്കിയാൽ ആ വെയിറ്റ് എന്ന് പറയുന്നത് 4/5 കിലോഗ്രാം ആയിപ്പോ. 8 ആപ്പിളിനെ അടുക്കിയാൽ വെയിറ്റ് എന്ന് പറയുന്നത് 4/5 കിലോഗ്രാം ആയിപ്പോ. പക്ഷെ നമുക്ക് എന്താണ് അത്രയും വെയിറ്റ് വരാൻ പാടില്ല. അപ്പോൾ ഒരു ആപ്പിൾ കുറവ്. അപ്പൊ ആപ്പിളിന്റെ എണ്ണം എന്ന് പറയുന്നത് ഓപ്ഷൻ സി 7 ആയിരിക്കും. അതായത് ഒരാപ്പിളിന്റെ വെയിറ്റ് 1/10 ആണെങ്കിൽ 1/10 ഉള്ള എത്ര ആപ്പിളുകൾ അടിക്കിയാൽ ടോട്ടൽ വെയിറ്റ് 4/5 കിട്ടുമെന്ന് നോക്കാം. 4/5 അതിന് മണ്ടലോ വെയിറ്റ് പോകാൻ പാടില്ല. അപ്പൊ അതിനേക്കാൾ ഒരു ആപ്പിൾ കുറവോ. സോ ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഹൗ മെനി ടേംസ് വിൽ ഹാവ് ടു ബി ആഡഡ് ടു ഗെറ്റ് എ സം ഓഫ് 10 877 ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ് 5 9 30. 5 9 13 എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് അതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 - 5 എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് കിട്ടേണ്ട സം എന്ന് പറയുന്നത് 10 877 ആണ്.
ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ രണ്ട് ഫോർമുലയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എളുപ്പമുള്ളതെന്ന് പറയുന്നത് ദ സം ഓഫ് n ടേംസ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ദ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എടുക്കുന്നതാണ് എളുപ്പം എന്ന് പറയുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓരോന്നിന്റെയും ആ ടേമിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതാണ് അതിനകത്ത് ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് 71ാമത്തെ ടേം അല്ലെങ്കിൽ x71 അല്ലെങ്കിൽ a71 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 70d കറക്റ്റാ. കാരണം ഏതെങ്കിലും ഒരു ടേം എന്ന് പറയുന്നത് a1 പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. അപ്പൊ അങ്ങനെയാണ് 71ാമത്തെ ടേം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 70d. സോ ഫസ്റ്റ് ടേം എത്രയാണ് 5 പ്ലസ് 70 ഇൻറ്റു 4. അപ്പൊ എന്ത് കിട്ടും? 74 280 285 എന്ന് കിട്ടും. 7 4 28 280. അപ്പൊ നമുക്ക് 71ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 285 എന്ന് കിട്ടും. ദെൻ 71ാമത്തെ ടേം 285 ആണെങ്കിൽ കോമൺ ഡിഫറൻസ് 4 ആണെങ്കിൽ രണ്ട് കോമൺ ഡിഫറൻസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8. അപ്പൊ 285 പ്ലസ് 8 293 ആയിരിക്കും 73ാമത്തെ ടേം എന്ന് പറയുന്നത്. 293 ആയിരിക്കും 293ാമത്തെ ടേം എന്ന് പറയുന്നത്. 73ാമത്തെ ടേം എന്ന് പറയുന്നത് 293 ആയിരിക്കും. 74ാമത്തെ ടേം എന്ന് പറയുന്നത് 74ാമത്തെ ടേം എന്ന് പറയുന്നത് 297 ആയിരിക്കും. ഇനി 63ാമത്തെ ടേം മാത്രം കണ്ടുപിടിച്ചേ. 63ാമത്തെ ടേം എന്ന് ഫസ്റ്റ് ടേം പ്ലസ് 62d എന്ന് വരും. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ്. 5 പ്ലസ് 62d 5 പ്ലസ് 62d എന്ന് പറയുമ്പോൾ 62 ഇൻറ്റു 4 62 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 6 4 240 248 പ്ലസ് 5 253 എന്ന് കിട്ടും. സോ നമുക്കിപ്പോൾ ഓരോ ടേമും കിട്ടി. അതായത് 71ാമത്തെ ടേം എന്ന് പറയുന്നത് 285, 293, 73ാമത്തെ ടൈം 293, 63ാമത്തെ ടൈം 253, 74ാമത്തെ ടൈം 297. നമുക്ക് ഇക്വേഷനകത്ത് ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ആണ്. അപ്പൊ ലാസ്റ്റ് ടൈം നമ്മൾ കണ്ടുപിടിച്ചു. ഓരോന്നിന്റെ കൂടെ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള 5 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 290, 298, 258, 312 എന്ന് കിട്ടി. കറക്റ്റാ? 312 എന്ന് കിട്ടി. സോ ഇത്രയും പാർട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി n/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. സോ നമ്മൾ നോക്കി S71 എന്ന് പറയുമ്പോൾ 71/2 ഇൻറ്റു 290 എന്ന് കിട്ടും. 71/2 ഇൻറ്റു 290 എന്ന് കിട്ടും. സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ 10 295 എന്ന് വരും. കാരണം നമുക്ക് രണ്ടിനെയും 290 കൂടെ വെട്ടാം. അപ്പോൾ 145 വരും. 145 ഇൻറ്റു 71 പറയും 10 295 എന്ന് വരും. നെക്സ്റ്റ് S73 എന്ന് പറയുന്നത് വരും 73/2 ഇൻറ്റു 298 എന്ന് വരും. 298നെയും രണ്ടുകൊണ്ട് ക്യാൻസൽ ചെയ്ത് 149 വരും. 149 ഇൻറ്റു 73 എന്ന് പറയും 149 70 10 877 എന്ന് വരും. സോ 10 877 സം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ. അതേപോലെ തന്നെ അത് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ ഡിയിലും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഈ ഫോർമുല വെച്ചിട്ട് സോൾവ് ചെയ്യുന്നതാണ് ഇതിനകത്ത് എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ. A cylindrical bucket of diameter 42 cm and height 10 cm was full of sand. When the sand in the bucket was poured on the ground, the sand got converted into the shape of a cone. If the height of the cone is 21 cm, was the base area of the cone. അതായത് നമ്മുടെ കയ്യിൽ ഒരു സിലിണ്ടർ ബക്കറ്റ് ഉണ്ട്. അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 42 ആണ്. അപ്പൊ സിലിണ്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 21 സെന്റിമീറ്റർ ആയിരിക്കും. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം കണ്ടുപിടിക്കുക. സോ നമുക്കറിയാം വോളിയം ഓഫ് എ സിലിണ്ടർ എന്ന് പറയുന്നത് πr²h ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? π ഇൻറ്റു 21 ഇൻറ്റു 21 ഇൻറ്റു h എന്ന് പറയുന്നത് 10 എന്ന് കിട്ടി. ഇതെന്തായിട്ട് മാറി? ഒരു കോണായിട്ട് മാറി. ആ കോണിന്റെ റേഡിയസ് നമുക്ക് അറിയില്ല. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 21 തന്നിട്ടുണ്ട്. കോണിന്റെ വോളിയം എന്ന് പറയുന്നത് 1/3 πr²h ആണ്. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു വാട്ട്? എത്ര കോൺ ഉണ്ടാവും? സോ എത്ര കോൺ ഉണ്ടെന്ന് കോണിന്റെ ഏരിയയിലേക്ക് അതായത് കിട്ടും 1/3 ഇൻറ്റു പൈ ഇൻറ്റു ഇനി ഈ പറയപ്പെടുന്നതിന്റെ ബേസ് എത്രയാണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ റേഡിയസ് എത്രയാണെന്ന് അറിയത്തില്ല. നമ്മൾ അതിനെ r1² എന്ന് കൊടുക്കുന്നു. ഇൻറ്റു ഹൈറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 21 തന്നിട്ടുണ്ട്. സോ ഈ ഒരു 21 ഈ ഒരു 21 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. പൈയും ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. സോ ബാക്കി എന്തുണ്ട്? 21 ഇൻറ്റു 10 കറക്റ്റാ. സോ ബാക്കി നമുക്ക് പോയിട്ട് r1² ഈസ് ഈക്വൽ ടു 21 ഇൻറ്റു 10 ഇൻറ്റു 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 21 ഇൻറ്റു 3 എന്ന് പറയുമ്പം 21 ഇൻറ്റു 3 എന്ന് പറയുമ്പം 63 വരും.
കറക്റ്റാ 63 630 എന്ന് വരും. സോ R1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 630 എന്ന് വന്നു. കറക്റ്റാ. ഇനി അങ്ങനെയാണ് എങ്കിൽ 630 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 630 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബേസ് ഏരിയ കണ്ടുപിടിക്കാം. എന്തേ ബേസ് ഏരിയ? പൈ ആർ സ്ക്വയർ ഈക്വൽ ടു വാട്ട് 22/7 ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 630 എന്ന് കിട്ടി. 9 7 63. സോ നമ്മൾ 9 കൊണ്ട് ക്യാൻസൽ ചെയ്ത് 90 കിട്ടി. സോ 90 ഇൻറ്റു 22 90 ഇൻറ്റു 22 എന്ന് പറയുമ്പോൾ 1980 ഓപ്ഷൻ എ എന്ന് കിട്ടും. കാരണം ആ സിലിണ്ടർ തന്നെയാണ് എന്തായിട്ട് മാറിയ കോണായിട്ട് മാറിയത്. അപ്പൊ രണ്ടിന്റെ വോളിയത്തിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടിന്റെ വോളിയത്തിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ. സോ ഓപ്ഷൻ എ 1980 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 1 - 1/2 1 - 1/3 1 - 1/4 ഇൻറ്റു ടിൽ 1 - 1/20. ഈ 1 - 1/2 എന്ന് പറഞ്ഞാൽ 1/2. 1 - 1/3 എന്ന് പറയുമ്പോൾ 3 - 1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് 2/3. അടുത്ത 1 - 1/4 എന്ന് പറഞ്ഞാൽ 3/4. ഇതിങ്ങനെ കണ്ടിന്യൂ ആവുന്നു എവിടം വരെ? 1 - 1/20 എന്ന് പറയുമ്പോൾ 20 - 1/20 ദാറ്റ് ഈസ് ഈക്വൽ ടു 90/20. നോക്കിക്കേ 2 2 ക്യാൻസൽ ആയി, 3 3 ക്യാൻസൽ ആയി. അപ്പൊ അതുപോലെ 4 4 ക്യാൻസൽ ആവും, 19 19 ക്യാൻസൽ ആവും. ബാക്കി എന്ത് ഉണ്ടാവുള്ളൂ? 20 മാത്രമേ കാണുള്ളൂ. സോ ആൻസർ എന്ന് പറയുന്നത് 1/20 ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം what is the value of x 9 raised to x plus 3 raised to x minus 90 equal to 0. 9 raised to x plus 3 raised to x minus 90 equal to 0. നമ്പറിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ 9 raised to x plus 3 raised to x equal to 90 എന്ന് എഴുതാം. 9നെ നമുക്ക് 3 സ്ക്വയർ എന്ന് എഴുതിയാൽ നമുക്കിതിനെ 3 സ്ക്വയർ ഹോൾ റേസ് ടു എക്സ് പ്ലസ് 3 raised to x equal to 90 എന്ന് എഴുതാം. അതായത് 3 raised to 2x plus 3 raised to x equal to 90. ഇവിടെ 3 raised to x കോമൺ ആയിട്ട് വെളിയിൽ എടുത്താൽ ബാക്കി എന്തുണ്ട്? 3 സ്ക്വയർ ഉണ്ട്. 3 raised to x കോമൺ ആയിട്ട് വെളിയിൽ എടുത്താൽ ബാക്കി എന്തുണ്ട്? 3 സ്ക്വയർ ഉണ്ട്. പ്ലസ് 3x raised to x വെളിയെടുത്ത് പ്ലസ് 1 ഈക്വൽ ടു 90 എന്ന് വരും. അതായത് 3 raised to x ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 9 പ്ലസ് 1 എന്ന് 9 പ്ലസ് 1 ഈക്വൽ ടു 90 9 പ്ലസ് 1 എന്ന് പറയുന്നത് 10. അപ്പൊ 10ഉം ഒരു 0 ക്യാൻസൽ ആയി പോയി. അപ്പൊ 3 raised to x is equal to 9 എന്ന് കിട്ടി. സോ എന്ത് എഴുതാം? 3 raised to x equal to 9 എന്ന് പറയുന്നത് 3 സ്ക്വയർ എന്ന് എഴുതാം. therefore x is equal to 2. അപ്പൊ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 2. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം the difference between the compound interest and simple interest on a certain amount of money at a 10% of annual interest for 2 years is 25. Find the sum. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിൽ ഒരേ പലിശ നിരക്കിലാണ് എങ്കിൽ അവയുടെ അതായത് പലിശയിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 100 ഹോൾ റൈസ് ടു n നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നതായിരിക്കും ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് പ്രിൻസിപ്പൽ ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് 10/100 എത്ര വർഷം? 2 വർഷത്തേക്ക് ഈക്വൽ ടു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 25 എന്ന് കിട്ടും. സോ 10നെ 100 വെട്ടിയാൽ നമുക്ക് 10 കിട്ടി. സോ പി ബൈ 10ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? 100 ഈക്വൽ ടു 25. പി ഈക്വൽ ടു 25 ഇൻറ്റു 100 2500. സോ എന്താ പറയുക, പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 2500 ആയിരിക്കും. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ബി 2500 ആയിരിക്കും. അടുത്ത ചോദ്യം ഓരോ സ്തംഭലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാണ്. ഇവിടെ നോക്കിയേ 6 - 10 ഈക്വൽ ടു 100 സോറി 6 - 10 ഈക്വൽ ടു 600 എന്ന് പറഞ്ഞാൽ എന്താ? സോറി ക്വസ്റ്റ്യൻ വായിച്ച തെറ്റിപ്പോയി. 60 - 10 ഈക്വൽ ടു മീൻ 600. അതിന്റെ അർത്ഥം എന്താ? 60 - 10 ഈക്വൽ ടു 600 കിട്ടണമെങ്കിൽ 60 ഇൻറ്റു 10 ആണ് 600 എന്ന് പറയുന്നത്. 60 ഇൻറ്റു 10 ആണ് 600 എന്ന് പറയുന്നത്. അതായത് മൈനസ് ഈക്വൽ ടു ഇൻറ്റു. ഫസ്റ്റ് തിങ് മൈനസ് ഈക്വൽ ടു ഇൻറ്റു. രണ്ടാമത്തെ 12 ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 60. 12ൽ നിന്ന് 60 12ഉം 4ഉം കൂടെ 16 കിട്ടണം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ ഡിവിഷൻ ഈക്വൽ ടു പ്ലസ് 6 ഇൻറ്റു 3 ഈക്വൽ ടു 3. അപ്പൊ എന്ത് ചെയ്യണം? 6 - 3 ആണ് 3 എന്ന് പറയുന്നത്. അപ്പൊ ഇൻറ്റു എന്ന് പറയുന്നത് എന്താവും? മൈനസ് ആവും. 10 + 2 ഈക്വൽ ടു 5. അത് കിട്ടണ എന്താണ്? 10 ഡിവൈഡഡ് ബൈ 2 ആണ് 5. പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് എന്ന് പറയുന്നത് ഡിവൈഡഡ് ആണ്. അപ്പൊ തന്നിരിക്കുന്ന ഇക്വേഷൻ എടുത്തെഴുതുക. സിമ്പിൾ കൊടുക്കരുത്. 100 10 1000 1000 100 10 മൈനസിന് പകരം എന്തിടുക? ഇൻറ്റു ഇടുക. ഇൻറ്റുവിന് പകരം എന്തിടുക? മൈനസ് ഇടുക. ഡിവിഷന് പകരം എന്തിടുക? പ്ലസ് ഇടുക. പ്ലസിന് പകരം എന്തിടുക? ഡിവിഷൻ ഇടുക. ഇൻറ്റുവിന് പകരം എന്തിടുക? മൈനസ് ഇടുക. ദെൻ ബോർഡ് മാസ് റൂൾ അനുസരിച്ചിട്ട് ആദ്യം ഡിവിഷൻ 1000 ഡിവൈഡ് ബൈ 100 10. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ 100 ഇൻറ്റു 10 1000. എന്ത് കിട്ടി? 1000 - 1000 പ്ലസ്
10 മൈനസ് 10, 10 മൈനസ് 10 0, 1000 മൈനസ് 1000 0. സോ നെറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 0 ആയിരിക്കും. സോ നമ്മളിവിടെ ചെയ്ത് ഇത്രയേ ഉള്ളൂ. 600 മൈനസ് 10 എന്ന് പറയുന്നത് 60 മൈനസ് 10 എന്ന് പറയുന്നത് 600 കിട്ടിയാൽ, 60 മൈനസ് 10 എന്ന് പറയുന്നത് 600 കിട്ടിയാൽ ഈ മൈനസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് അർത്ഥം? മൾട്ടിപ്ലിക്കേഷൻ ആണെന്നാണ് അർത്ഥം. ക്ലിയർ? വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലെ അഭിപ്രായം കൂടി മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.